ഒരുപാട് സ്നേഹത്തോടെ ആദ്യം തന്നെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം അസീസിക്ക, നസീറിക്ക ആൻഡ് മിഥുൻ ചേട്ടാ. ഒരു എപ്പിസോഡിന്റെ എക്സ്പീരിയൻസ് വെച്ച് എന്താണ് ഈ എപ്പിസോഡിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ? ഏറ്റവും ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ക്ലീഷേ ബ്രേക്കിംഗ് ആണ് പലപ്പോഴും. പിന്നെ പെർഫോമേഴ്സ് ഒരു രക്ഷയില്ലാത്ത പെർഫോമേഴ്സ് ആണ്. പുതിയതുമായിട്ട് പുതിയ ആൾക്കാർ വരുന്നു, അവർക്ക് ഇവിടെ ഫ്ലവേഴ്സ് വേദി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. കോമഡി കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് നമ്മൾ തുടങ്ങുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ നസീറിക്ക, നമ്മൾ തുടങ്ങാം ഇന്ന്. തുടങ്ങുന്നതിന് മുമ്പ് ധനശ്രീ കുടുംബശ്രീ ഫ്രം നോർത്ത് പാമ്പാടി രാജന്റെ സ്ഥലത്ത് നിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ആദ്യത്തെ സ്കിറ്റില് വിളിക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ 3 ചെറിയ ഐറ്റങ്ങൾ വന്ന് നിൽപ്പുണ്ട്. ലെറ്റ്സ് വെൽക്കം അനിരുദ്ധ്, ആര്യ, ആരാധ്യ. എന്തൊക്കെയുണ്ട് വിശേഷം? പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്ന സംസാരിക്കുന്നൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് പറയണേ? സത്യം, ഹോട്ടലിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോ അതെ വിളിച്ചു. ഞാൻ വിചാരിച്ച വല്ല ആവശ്യത്തിനും വിളിക്കണായിരിക്കും. ചെന്നിട്ട് ഒരു ചേട്ടൻ ഏട്ടൻ പറയണ, എടാ നീ മറ്റേ ഫ്ലവേഴ്സില് ഇത് ഐറ്റം വേറെ ഉള്ളതല്ലായിരുന്നു, അപ്പൂപ്പനായിട്ട് വന്ന്. ഞാൻ പറഞ്ഞു വന്ന്, എടാ ഞാൻ ഒരു ഫോട്ടോ എടുത്തോളന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്തു. നിങ്ങൾക്കോ? ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് ട്രെയിനില്ല. കഴിഞ്ഞ പ്രാവശ്യം സ്കിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ ഇരിക്കായിരുന്നു. അപ്പൊ അനിരുദ്ധ് പറഞ്ഞിട്ട് പോവായിരുന്നു ടീമുകളായിട്ട്, ഇപ്പൊ നമുക്ക് 30, അടുത്ത പ്രാവശ്യം നമുക്ക് 50 വാങ്ങാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ കേട്ട്. ഞാൻ കേട്ട്, ഞാൻ റൂമിൽ ഇരിക്കായിരുന്നു, ഞാൻ കേട്ട്. ഇതിനുള്ളിലും ക്യാമറയാണ് ഇതിന്റെ പുറത്തിരിക്കുന്നത്. നമുക്കെല്ലാം വെച്ചിട്ട് അതിനെക്കാട്ടും വലിയ ക്യാമറയാണ് അസീസിക്കാന്ന് എനിക്ക്. ക്യാമറ അല്ല, സ്പീക്കർ. നിങ്ങൾ 50 വാങ്ങിച്ചാൽ അതിന്റെ മേളിൽ ഞങ്ങൾ തരും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിനുള്ള പെർഫോമൻസ് വേണം. അത് വേണം. അത് ഞാൻ ഇത് കണ്ടറിയും, ഈ വൈബ് കണ്ടറിയും എടുക്കും. ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? ആര്യ പൊളിക്കാല്ലേ? പിന്നെ പൊളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഉഷാറായിട്ട് ഇത് ഐറ്റം വേറെ. ഇത് ഐറ്റം വേറെ. മുതുക്കനാ ഒരു പണിക്ക് മോണ് കടന്നിറങ്ങണ്ടല്ലേ? എന്താ അമ്മ ഒരു സ്വപ്നം കണ്ട് വന്നതാണ്, അതിന്റെ ആ ഫ്ലോ അങ്ങ് പോയി. എനിക്കൊന്നും വയ്യ, വെയില് കൊണ്ടാലേ ഞാൻ ക്ഷീണിച്ചോ അമ്മ. ദേഹം നിങ്ങളിങ്ങനെ ഏത് സമയത്ത് തീറ്റിറക്കം കൊണ്ടിരുന്നാലേ പിത്തം വരും ചെറുക്കാ. എഴുന്നേറ്റ് വല്ല പണിക്ക് പോകേ. എന്റെ പൊന്നമ്മ, ഇത്രയും അത്യാഗ്രഹം പാടില്ല കേട്ടാ. ഈ വീട്ടിലിപ്പോ എന്തിന്റെ കുറവാണ്? അമ്മ ഒരാൾ അധ്വാനിക്കണോണ്ട് നമ്മൾ രണ്ടുപേരും സുഭിക്ഷമായി ജീവിച്ചു പോണില്ലേ? എടാ നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ കെട്ടി പിള്ളേരുമായി. അമ്മക്ക് അത്ര നിർബന്ധാണെങ്കിലേ ഏതെങ്കിലും പെണ്ണ് വീട്ടിലെടുത്ത് എന്നെ ഒന്ന് കാണാൻ പറ, ഞാൻ കെട്ടിക്കാളാം. പിന്നെ ഒരു കാര്യം, ആ പെണ്ണിനും കൂട്ടമ്മ ചെലവിന് കൊടുക്കേണ്ടി വരും. ഓ, ഇങ്ങനെ ഒരു ഗുണമില്ലാത്തവ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ല എന്റെ ദൈവമേ. ദൈവത്തോട് നന്ദി പറയാമ്മ, അമ്മക്ക് ഇത്രയും നല്ലൊരു മോനെ കിട്ടിയില്ലേ. ഇറങ്ങടാ. ഇതും കൂടി എടുത്തോണ്ട് പോടാ. അറിയമ്മ, മറന്നുപോയി കേട്ടാ. കന്യാസ് പിന്നെ ആര് കൊണ്ടുപോകും? ഇവനൊന്നും നന്നായി കണ്ടിട്ട് കണ്ണടക്കാൻ പറ്റുന്ന എനക്കും ഒന്നില്ല. ഓ, അസൂയൊക്കെ കയ്യും കാലും വെച്ച് പെണ്ണുമ്പോൾ എന്തിനാണാവോ വരുന്നത്? പിന്നെ അറിഞ്ഞായിരുന്നോ, എന്റെ മനോജിന് ജോലി കിട്ടി, അതും ബാങ്കിലെ വലിയ മാനേജരാ. ഇപ്പൊ ഞാൻ എന്തോ വേണോ? നന്നായി എന്നിട്ടൊന്നും പറയാത്തെ? സന്തോഷം കണ്ടേ എനിക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അല്ല, നിന്റെ മോ സതീശനെ തേടി? ഇപ്പഴും പണിക്കൊന്നും പറഞ്ഞ് ചോറിയും കുത്തിയിരിക്കല്ലേ? ചോറിയും കുത്തിരിക്കുന്നത് നിങ്ങളെ കെട്ടാനില്ലയോ? അല്ലോ, ഇപ്പൊ എന്തേലും പറഞ്ഞോ? അയ്യോ ചേച്ചി, അവൻ കുഞ്ഞല്ലയോ, ജോലിക്ക് കൊണ്ട പ്രായമുമ്പേ അവൻ തന്നെ അങ്ങ് പൊക്കോളേ. അയ്യാ, 30 വയസ്സുള്ള കുഞ്ഞിനെ ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ. അല്ല, നൂലെട്ടൊക്കെ കഴിഞ്ഞ ചേച്ചി, അവൻ അത്ര പ്രായമൊന്നും ആയിട്ടില്ല, ജോലിക്ക് കൊണ്ട പ്രായമുമ്പേ അവൻ താനെ അങ്ങ് പൊക്കോളെന്ന് പറഞ്ഞില്ലയോ? ജോലി കിട്ടി അമ്മ. സോറി, മാറിപ്പോയി കേട്ടാ. അമ്മ ജോലി കിട്ടി. എവിടെ ചാരി? ഷാർജയില്. എവിടാന്ന് പറഞ്ഞേ? ഷാർജയിലാ. കണ്ടാടി വെണ്ണുമ്പുള്ള എന്റെ മോനെ ജോലി കിട്ടി. അതെവിടാന്നറിയോ? അങ്ങ് ഷാർജയില്. എന്തുവാടി നീ പറഞ്ഞേ? എന്റെ
ചൊറി കുത്തിരിക്കാന്നാ അല്ല നിന്റെ മോനെ ജോലി ബാങ്കിലാ എടി എന്റെ മോനങ്ങ് ഷാർജയില് ഷേക്കിന്റെ കൂടി ഇരിക്കുമ്പോഴേ നിന്റെ മോനെ ഇവിടെ ഷാർജ ഷേക്ക് പോലും കുടിക്കാൻ കാശില്ലാണ്ടിങ്ങനെ തേണ്ടി തിരിഞ്ഞാടുന്ന കുത്തുവാളെടുക്കത്തേ ഉള്ളു. അടിച്ചു കയറണമെങ്കിലും മുണ്ടാണ്ടെന്നോളുവാ. അമ്മ ഇനി ഇവിടത്തെ ജോലിക്കൊന്നും പോണ്ട കേട്ടാ, പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ടാ? ഓ കണ്ടാടി എന്റെ മോൻ പറഞ്ഞത് കേട്ടാ, പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് എടുത്തോന്ന്. ആ മരുഭൂമിയിൽ പുല്ലെത്താനായിരിക്കും. അസൂയുള്ളവരെ പലതും പറയും. എന്റെ മോനാന്നും കാര്യാക്കണ്ടേ. എന്റെ പൊന്നു മോനെ, അമ്മേനോട് ഇത്രക്ക് സ്നേഹം ഉണ്ടായിരുന്നോടാ മോനെ? പറ മോനെ പറ. അമ്മ പറ. മോൻ പറ. അമ്മ പറ. മോൻ പറ. അമ്മ പറ. മോൻ പറ. അമ്മ പറ. എന്നാ നിങ്ങൾ പറ. ഞാനെന്ത് പറയാനാ? അല്ല വേണ്ട, നീ പറ. നമ്മൾ എന്നാടാ ഷാർജയിലേക്ക് പോന്നേ? നമ്മളാ ഏത് വകയില്? നമ്മളൊന്നുമല്ല, അമ്മ മാത്രമേ ഷാർജയിൽ പോണുള്ളൂ. ആ അല്ലെങ്കിൽ തന്നെ ഈ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് എന്തൊരു കിട്ടാനാണ്? ഷാർജയിലാവുമ്പോഴേ അറബിയിലെ സർവന്റ് ആയിട്ടാണ് നല്ല ശമ്പളം കിട്ടുക കേട്ടാ. വീട്ടിലെ ചെലവൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്റെ ഭാവിക്ക് വേണ്ടി ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അയ്യോ അമ്മ, അമ്മയ്ക്ക് ഗൾഫ് വേണ്ടെങ്കിൽ വേണ്ടമ്മ, നമുക്ക് അമേരിക്കയോ ഓസ്ട്രേലിയയോ കാനഡയോ എല്ലാം നോക്കാം. നല്ല സാലറി ഉണ്ട്. എന്റെ പോണില്ലേ? പോടാ പോടാ, മനുഷ്യന് നാണം കെടുത്താനായിട്ട് ഉണ്ടായവേ. ചെറുക്കന്റെ ഓരോ തമാശകളെ. ഇത്ര തമാശയാണ് വല്ല കോമഡി ശരിക്കും വിട്ടൂടെ? ഒന്ന് പോയേ. പക്ഷേ നിന്നെ അവസ്ഥയിൽ കാണുന്നതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. സങ്കടമേ, ഒരു മോനായത് കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും ഉപകാരമില്ലാതെ പോയല്ലോടി. അല്ലേച്ചി വീട്ടിൽ പോന്നില്ല? ആ പോണം. അന്നപ്പോ അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയെന്നാ. ഞാൻ പോയിട്ട് വരാവേ. വരണോന്നില്ല. ഓ മനുഷ്യനെ നാണം കെടുത്താനായിട്ടുണ്ടായതാണല്ലോ. എന്തേലും ഒരു ഐഡിയ പ്രയോഗിച്ചില്ലേ ശരിയാവില്ലല്ലോ. എടാ മോനെ സതീശ, മോനെ. എന്താ മോനിങ് വാ, അമ്മയുടെ കാര്യം പറയട്ടെ. ഞാൻ വരാം, അമ്മ പറയണേ. മോനെ, മോൻ പറയുന്നത് അമ്മ ശ്രദ്ധിച്ച് കേക്കണം. അമ്മ പറയുന്നത് മോൻ ശ്രദ്ധിച്ച് കേക്കണം. മോനെ, അമ്മയുടെ കാലം കഴിയാറായടാ. എന്നാ പോയി തേച്ചരച്ച് കഴുകിയിട്ട് വാ. കാലി കഴുകാനായിന്നല്ല, എന്റെ കാലം കഴിയാനായിന്ന്. അതായത് ഞാൻ മരിക്കാനായിന്ന്. അമ്മയുടെ ഹാർട്ടില് ഇത്രയും വലിയൊരു ഓട്ടയുണ്ടാ. അല്ല, ഇത്രയും വലിയൊരു ഓട്ടയുണ്ടാ. അത് നമുക്ക് MC-ലെ ചൊട്ടിക്കാം, അമ്മ പേടിക്കണ്ട. ഈ പൊട്ടനെ കൊണ്ട് എടാ എന്റെ ഹാർട്ടിന് പ്രോബ്ലം ആണെന്നേ. അമ്മക്ക് ഇനി അധികം നാളില്ലടാ. അയ്യോ എന്റെ അമ്മ പോയാ ഞാനും പോവേ. എന്റെ പൊന്നു മോനെ, നിനക്ക് ഇത്രക്ക് സ്നേഹം ഉണ്ടായിരുന്നോടാ? അതുകൊണ്ടല്ലമ്മ ഞാൻ പട്ടിണി നടന്ന് ചത്തുവമ്മ. അമ്മ പോയാ പിന്നെ എനിക്ക് അരമ്പ പാപ്പം മേടിച്ചേരും, അരമ്പ ഉടുപ്പും നിക്കറും മേടിച്ചേരും. എന്റെ അമ്മ അമ്മോ ജോലിക്കൂലല്ലടാ മുതുക്കാ. അമ്മോ, അമ്മ ഇല്ലാതെ എനിക്ക് പറ്റൂലമ്മ. എല്ലാം അമ്മ പോയേ. അമ്മ 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 സ്വത്തല്ല എന്ന പേരിൽ എഴുതി വെച്ചിട്ട് പോണേ അമ്മ. എണീക്കടാ. ഞാൻ ചത്തില്ലല്ല. ചത്തിയുമ്പോ കരഞ്ഞാ മതി കേട്ടാ. മോനെ, അമ്മക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടാ. എന്റെ മോനെ അധ്വാനിക്കുന്ന കാശുണ്ട്, അമ്മക്ക് ഇത്തിരി കഞ്ഞി കുടിക്കണം. അമ്മ ഇനി കാശുണ്ടല്ലോ, സ്പൂൺ കൊണ്ടല്ലേ കഞ്ഞി കുടിക്കണേ. ഹൃദയം തകർന്നിരിക്കുമ്പോഴാണോടാ നിന്റെ കോമഡി? സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടല്ല, തമാശ വെച്ച് അടിച്ചില്ലേ? അപ്പമ്മ പറഞ്ഞു വന്നത് ഇത്രയും നാളെ നിനക്ക് കുറവും വരാതെ നിന്നെ പോറ്റി വളർത്തിയ അമ്മയുടെ ആഗ്രഹം നീ സാധിച്ചു തരൂലേടാ. തരാമ്മ. എവിടെയാടാ പോന്നേ? അമ്മയുടെ ആഗ്രഹം സാധിച്ചു തരാനുള്ള കാശുമായിട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാകും. എന്നിട്ടേ ഞാൻ ഇനി മണി കാല് കുത്തു അമ്മ. അമ്മയാണ് സത്യം. ഞാൻ പോയിട്ട് വരട്ടെ അമ്മ. എന്റെ പൊന്നോ, എന്റെ ഒരൊറ്റ കഥയില് ഇവൻ ഇത്ര നന്നായ. ഇതറിഞ്ഞിരുന്ന കുറച്ചുകൂടെ നേരത്തെ കഥ ഇറക്കായിരുന്നു. എന്റെ പേടി ഇന്ന് ഞാൻ കാണിച്ചു കുടിക്കാൻ എന്തെന്നെ വേണ്ട? ചായ കാപ്പിയോ? ചാപ്പിയാ? അല്ല, ചായയിലും കാപ്പിയാലും ഞാൻ തലയിൽ കൂടി ചൂടെല്ലാം എടുത്ത് കഴിക്കും. ഇനി മേലി എന്റെ മോന്റെ കുറ്റം പറഞ്ഞ് ഇവരുടെ മുറ്റത്ത് കാല് കുത്തിയാ മുട്ടുകാരി ഉണ്ടാക്കി കൊടുക്കും. എന്റെ മോനെ അധ്വാനിക്കാൻ പോയതാ, അധ്വാനിക്കാൻ. അയ്യോ, അധ്വാനത്തിന്റെ കാര്യം പറയാൻ തന്നെ ഞാനിവിടെ വന്നത്. നിന്റെ മോന്റെ അധ്വാനം നിനക്ക് കാണണ്ടേ? എന്തേച്ചി കാണിച്ചു തരാം. കാണണം. കാണാം. എങ്ങോട്ടാണ് തിടുക്കം?
മരിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ പിന്നാവിലൊക്കെ ഹാർട്ടിനോട്ടുള്ള ഒരമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് സന്മനസ്സുള്ളവർ സഹായിക്കുക. ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തൊരു മകന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ദയവേത് വല്ല തരണേ. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ നോട്ടുകെട്ടുകളായി വാരി വിതറൂ. നിങ്ങൾ തരുന്ന ഓരോ വെള്ളി നാണയവും ഞാൻ എൻ്റെ അമ്മയുടെ ഹാർട്ടിൽ ഓട്ടിയടിക്കാനായി ചേർത്ത് വെക്കുന്നതായിരിക്കും. ദയവേത് വല്ല തരണേ അമ്മച്ചി. നല്ല കാശുള്ള വീട്ടിൽ നാണെന്താണ് കയ്യിൽ പൈസ വല്ലതും ഉണ്ടാ? നിങ്ങൾ 50 ഇട്ടുള്ളല്ലോ, 100 ഇട്ടോ? ആ ശരി ശരി. അമ്മ കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. നിക്ഷേപിക്കൂ ചിരിയുടെ കൂടെ ചൂടി. ചിരിയുടെ കൂടെ ചൂടി. സഹായിക്കൂ ചിരിയുടെ കൂടെ ചൂടി. അമ്മ അമ്മ എന്താ ഇവിടെ? അമ്മ അമ്മ ഇത് കണ്ട അമ്മ? അമ്മയ്ക്ക് 4 ദിവസം കഞ്ഞി കുടിക്കാനും എനിക്ക് 5 ദിവസം ബിരിയാണി കഴിക്കാനുള്ള കാശുണ്ടമ്മ ഇത്. അമ്മ അമ്മയുടെ ഹാർട്ടില് ഒരോട്ടേന്നല്ലേ പറഞ്ഞേ? അതാണ് പ്രശ്നോന്നേ. ഒരു 3-4 ഓട്ടയൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് ഓപ്പറേഷൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് നടത്തായിരുന്നമ്മ. തന്നോ ചിരിയുടെ കൂടെ ചൂടി. ഹല്ലേലൂയ സ്തോത്രം. ഉഷാറെന്നൊക്കെ പറഞ്ഞ ഇതാണ് വേറെ ലെവൽ സ്കിറ്റ്. അടിപൊളി കൈ കൊടുത്തേ. നിങ്ങൾ 3 പേര് മക്കളെ അടിച്ച് പൊളിച്ചേട്ടോ. കൊറേ ചിരിച്ചു. നിങ്ങൾ ആരാദ്യം പറയും? ഞാൻ അറിയാതെ പറയും ചെയ്ത് പറഞ്ഞത് ഞാൻ കേൾക്കുകയും ചെയ്ത് മാർക്ക് കൂടുതൽ കൊടുക്കാനും പറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യും എന്നുള്ള നമുക്ക് കണ്ടതിനനുസരിച്ച് വില ഇരുത്തിയിട്ടുള്ള കൊടുത്താൽ. പക്ഷെ ഞാൻ ഇപ്പോൾ നമ്മുടെ അനിരുദ്ധിന്റെ പെർഫോം കണ്ടപ്പോൾ എനിക്ക് സംഭവം ഇപ്പം ഈയിടയ്ക്ക് നമ്മളെ IPL സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയലില് 4 പേര് ജോസ് ബട്ട്ലർ ഉൾപ്പെടെ 4 പേര് ഔട്ടായിട്ടും ലാസ്റ്റ് നിന്ന് നമ്മുടെ സഞ്ജു ആ ടീമിനെ 6 അടിച്ച് ജയിപ്പിച്ചു കളി ഈയിടയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു വിളി ഉണ്ടായിരുന്നു, വിളിക്കുമ്പോൾ ഒരു വിളി ഉണ്ടായിരുന്നു. എനിക്ക് അതുപോലെയാണ് അനിരുദ്ധ നിന്റെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ആദ്യനൊത്ത് ആരെയും ആരാധ്യം. എൻ്റെ ദൈവമേ, നിങ്ങൾ 3 പേരും പൊളിച്ചടുക്കി കളഞ്ഞു. ഒരു രക്ഷയില്ല. ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. കൗണ്ടർ എടുത്ത് പറഞ്ഞാൽ കൗണ്ടർ അല്ല ഇതിന് മേൽ നിങ്ങളെ പെർഫോമൻസും അതിലുപരി നിങ്ങളെ ടൈമിങ്, നിങ്ങൾ ആ ഓരോ കന്നാസ് എടുത്തെറിയുന്നതും ആ വരുന്നതും പോകുന്നതൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. മിഥുൻ ചിരിച്ചവിടെ വീഴുന്നു. പിന്നെ സത്യം ഒരു രക്ഷയില്ലായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അല്ല, എനിക്ക് അമ്മയെ പറയാനുള്ളതേ, നല്ലൊരു അമ്മയാ കേട്ടോ. നല്ല രസമുള്ള സ്കിറ്റായിരുന്നു കേട്ടോ. 3 പേരും കട്ടയായിരുന്നു എന്ന് വേണേൽ പറയാം. ആ ജാറ് കൊടുക്കാതെ ഇരുന്നപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇതിന് ആര് കൊണ്ടുപോകും? അതുപോലെ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് നടന്നു വരിക. അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇതൊക്കെ ഫില്ല് ചെയ്ത് പോകുന്ന നമുക്ക് ബോറിംഗ് ഇല്ലാതെ ആസ്വദിക്കാനുള്ളൊരു പവർ അവർ തന്നു. തുടക്കം മുതൽ അവസാനം വരെയും നല്ല ചിരിച്ച് നല്ല എനർജിയിൽ ഞങ്ങൾ ആസ്വദിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു. ഇതേപോലെ ഇനിയും നിങ്ങൾ മുമ്പോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. എങ്ങനെയുണ്ട് വിധിച്ചേട്ടാ ഐറ്റങ്ങള്? അതില് ഞാൻ പറയാം, എല്ലാവരുടെയും ടൈമിംഗ് ഗംഭീരമാണ്. അനിരുദ്ധിനെ ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. അനിരുദ്ധ് അസാധ്യ ടൈമിംഗ് മോനെ, അസാധ്യ ടൈമിംഗ്. നേരത്തെ നസീർക്ക പറഞ്ഞ പോലെ നീ ഫില്ല് ചെയ്യുന്നത്, നീ ആ ഇംപ്രോംപ്റ്റ് നമുക്കത് ചെയ്യാൻ പറ്റണമെന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണ്. അത് ആ ടൈമിൽ, അതും സ്റ്റേജിൽ ഇത്രയും ക്യാമറ നിൽക്കവേ നീ അത് ചെയ്യുന്നത് ബ്രില്യൻ. ഇപ്പം ആരെയും ആരാധിയും ചെയ്യുന്നതും എടുത്തു പറയണം. ഭയങ്കര പെർഫെക്റ്റ് ടൈമിങ്. അതാണ്. ഈവൻ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ കവറപ്പ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അസാധ്യമാണ്. അസാധ്യമായിട്ട് എല്ലാം നല്ല ഹൈറ്റ്സിലോട്ട് പോട്ടെ. ഉഷയ്ക്കൊരു കൈത്താങ്ങ്. എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം 30 കിട്ടി, പ്രാവശ്യം 50 വാങ്ങിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എത്രന്ന്. അപ്പൊ ആരാണ് ആദ്യം മാർക്സ് കൊടുക്കാൻ പോകുന്നത്? ഞാൻ ആദ്യം ചേട്ടാ കൊടുക്ക ധൈര്യമായിട്ട്. 13 പറയുമ്പോ 13,000 രൂപ. ഓക്കെ, ഞാനൊരു 12. ഓ 25,000 രൂപ പിടിച്ചു. ഓക്കെ, 60 കലക്കിയല്ലേ? 60 നല്ല മാർക്സ്.
അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിലും അടിപൊളിയായിട്ട് വന്ന് ഇനി ഞെട്ടിക്കണം. ഓക്കെ, ഇവിടെ ബൈ ബൈ. ഒരു സ്റ്റാൻഡപ്പിനുള്ള സമയമാണ്. എറണാകുളത്ത് നിന്നാണ് പയ്യൻ എന്നത്. ലെറ്റ്സ് വെൽക്കം ഷെറിൻ ഫ്രം എറണാകുളം. പരിചയപ്പെടാൻ നസീർക്ക. അപ്പൊ ഷെറിനെ, പറഞ്ഞോ. ഞങ്ങൾക്ക് എന്തുണ്ട് വിശേഷം? നിങ്ങൾക്ക് സുഖമല്ലേ? പണം പൈസ കിട്ടണല്ലോ. പാട്ട് പോകുന്നു. ഈ സ്റ്റാൻഡപ്പ് നേരത്തെ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ ഞാൻ. കോളേജ്, സ്കൂൾ കാലഘട്ടം ഒന്നുമില്ല. പരീക്ഷണം ഇവിടെയാണല്ലേ? നല്ലൊരു വേദിയാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താ പഠിക്കുക, വർക്ക് ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത്? അല്ല, ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. നാളെ റിസൈൻ ഇടും. സ്റ്റാൻഡപ്പ് കഴിഞ്ഞോ? ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലല്ലോ. നാളെ റിസൈൻ ഇടും. ഇവിടെ സ്റ്റാൻഡപ്പ് തുടങ്ങുന്നു, നാളെ റിസൈൻ ഇടും. അവനറിയാം ഇത് ഹിറ്റാണെന്ന്. അല്ല, എന്നെ റിസൈൻ ചെയ്യുന്നേ? ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കും. അല്ല, നമുക്ക് പറ്റിയ ജോലിയല്ല, അതുകൊണ്ട് ഇപ്പൊ പറ്റിയ എന്താ ജോലി ഇഷ്ടം? റിസൈൻ ചെയ്യാൻ വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മാ ഇരിക്കുക അല്ലേ? ഇരിക്കുക, എന്തെങ്കിലും കഴിക്കുക, വൈകുന്നേരം കയറി കിടന്നുറങ്ങുക. രണ്ട് കൊച്ചുവർത്താനൊക്കെ പറയാ. നല്ല ജോലി അത്. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. അടിപൊളി അടിപൊളി അടിപൊളി. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഷെറിൻ. ഞാൻ വരുന്ന ഉദയംപേര് കണ്ടനാടെന്നാണ്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങളുടെ ചുണ്ടിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അയ്യേ, ഇത് തന്നെ. കാണാൻ ഒരു ഭംഗിയില്ലല്ലോ. മുഖമല്ല, ചുണ്ട്. ചുണ്ട് ഭംഗി ഇങ്ങനെ പിടിച്ചത് ഭംഗിയില്ലെന്ന്. അത് വിട്. ഇരുണ്ടല്ലേ ഇരിക്കണേ? അല്ല കുറച്ച് കറുപ്പല്ലേ? ചെറിയ ഇത് കാണുമ്പോൾ നാട്ടുകാർ വിചാരിക്കണേ കഞ്ചാവാന്നാണ്. ഈ പിളി പേടിച്ചിട്ട് എനിക്ക് പബ്ലിക്കായിട്ട് ഒരു ഫംഗ്ഷന് പോലും പോകാൻ പറ്റണല്ല. കല്യാണത്തിന് പോലും പോകാൻ പറ്റണല്ല. ഞാൻ ഏത് കല്യാണത്തിന് എന്ത് പരിപാടിക്ക് എന്നാലും ഈ കൊഴിഞ്ഞ തൂവലാണെങ്കിൽ എനിക്ക് കളവൻ എല്ലായിടത്തും ഉണ്ടാവും. ഒന്നും തോന്നരുത്. ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞ കേട്ടോ, ഒന്നും തോന്നരുത് കേട്ടോ. എവിടെ ചെന്നാലും ഇങ്ങനത്തെ ഒരു പുള്ളി ഉണ്ടാവും. എന്നെ കാണുമ്പോൾ തന്നെ പുള്ളിക്ക് കുരുവട്ടും. പുള്ളി വർത്താനം പറയുന്നു കഞ്ചാവാന്ന്. എപ്പോഴും നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇത് തന്നെ പറഞ്ഞു. ഞാൻ പക്ഷേ മുടി വളർത്തിക്കൊണ്ടായിരിക്കുന്നു. മുടി വെട്ടിയിട്ട് എന്ന് പിന്നെ തന്നെ കഞ്ചാവാട്ടോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ മുടി വെട്ടിയത് കണ്ടില്ലേ? ഒരു മര്യാദയൊക്കെ ഉണ്ട്. പുള്ളി എവിടെ നിന്ന് നോക്കുക. അതൊക്കെ ഇരിക്കട്ടെ പുള്ളി, നിന്റെ കണ്ണെന്നാ ചുവന്നിരിക്കണേന്ന്. ഇത് ചിരിച്ചവരൊക്കെ എക്സസൈസ് വെക്കും കേട്ടോ. ഒരു സംശയമില്ലാതെ പൊക്കുന്നു, ഉറപ്പായിട്ടും പൊക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പെർഫോമൻസ്, ഇതുപോലൊരു വേദി എനിക്ക് ഇനി കിട്ടുമെന്ന് അറിയാൻ പാടില്ല നിങ്ങളുടെയൊക്കെ ചിരിയൊക്കെ കണ്ടിട്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് നാട്ടുകാരോടും വീട്ടുകാരോടുമായിട്ടാണ്. ഉദയംപേരൂർ വാസികളോട്, ഞാൻ ഒരു ഡ്രഗ് അഡിക്റ്റ് അല്ല. ഞാൻ ഡ്രഗ് അഡിക്റ്റ് അല്ല. പക്ഷെ ഡ്രഗ് അഡിക്റ്റുകളെ തിരിച്ചറിയാനുള്ള 3 വഴി എനിക്കറിയാം. ഒന്നാമത്തെ വഴി ഭയങ്കര മറവിയായിരിക്കും. അവർക്ക് ലൈക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, വീട്ടുപേര് മറന്നു പോവാ, ബന്ധുക്കളുടെ പേര് മറന്നു പോവാ, ഈ കൂട്ടുകാരൻ്റെ പേര് മറന്നു പോലെ കഞ്ചാവാ. അതാണ് നേരത്തെ ഫസ്റ്റ് ചോദിച്ചത്. കൂട്ടുകാരൻ്റെ പേരൊക്കെ മറന്നു പോയാൽ കഞ്ചാവാ. ലൈക്ക് എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ ഒരു കൈയടിച്ച പേര് ഞാൻ ഓർത്ത പിന്നെ മറന്നു പോയി. അവന്റെ പേര് അനന്തു. അല്ല, ആയിത്തൻ. സോറി. ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോ ഇവൻ കർപ്പൂരം കത്തിച്ച് മണക്കണ്. മണത്തോണ്ട് അവൻ ഭയങ്കര എൻജോയ്മെന്റ് ഇല്ല. അവൻ അവൻ്റെതായിട്ടുള്ള ഒരു ലോകത്താ. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിനക്ക് വയ്യ, നീ എന്തി കാണിച്ചോണ്ട് ഇവനെ എന്നെ നോക്കിയിട്ട് അളിയാ അവൻ ഹായ് ഇങ്ങനെ നിക്കുക. പ്രാന്ത നാട്ടുകാരെ കണ്ട് ഞാൻ വേറെ വല്ലതും പറയും. പിന്നെ എന്നെ നോക്കിയിട്ട് അളിയാ അവൻ ഹായ്. വല്ലാത്തൊരുത്ത്. പക്ഷെ ഞാൻ അവനെ കുറ്റം പറയില്ല, അവനെ വളർത്തി വഷളാക്കി. ഇവൻ ചെറുപ്പം പോലെ റിബല. ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പോ ദൃശ്യത്തിന് ഹിന്ദി വെർഷൻ അറിയാൻ പാടില്ല, അജയ് ദേവ്ഗൺ അഭിനയിച്ച എന്നെ മലയാളം ഡബിരുന്ന് കാണും. ധൈര്യം ഉണ്ടെന്ന് ആലോചിക്കും. ഇവനെ ഞാൻ കുറ്റം പറയില്ല, കാരണം ഇവനെ കൊഞ്ചിച്ച് വഷളാക്കിയതാ. എന്റെ വീട്ടുകാരെ വളർത്തി വഷളാക്കി വെച്ചേക്കണേ. ശ്രദ്ധിച്ചോ, മക്കളെ ശ്രദ്ധിച്ചോ, വളർത്തി വഷളാക്കി വെച്ചേക്കുവാന്ന്. ഭയങ്കര, ഇവന്റെ അപ്പം ഗൾഫിലാണ്, ഫിനാൻഷ്യലി ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. ഇവന്റെ അമ്മ ഹൗസ് വൈഫാണ്, ഇവൻ ഒറ്റ മോനാണ്. കൊഞ്ചിച്ച് നശിപ്പിച്ച. ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി സെക്യൂർഡാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഗെയിം കളിക്കാനായിട്ട് ഇവന്റെ വീട്ടിൽ പോകണം. ഈ ഗെയിമിംഗ് കൺസോളൊക്കെ അറിയില്ല, PS4 ഇത് കളിക്കാനായിട്ട് ഇവന്റെ നമ്മുടെ വീട്ടിൽ ഇത് ചോദിച്ചാൽ മേടിച്ചു തരില്ലല്ലോ. എന്തെങ്കിലും ചോദിച്ചാൽ പറയാം, നിന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അറിയാം നിനക്ക്? പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അല്ല, പെങ്ങളുടെ കല്യാണം നടക്കട്ടെ. അല്ല, കുഴപ്പമില്ല, ചെരുപ്പിലാണ് നടന്നോളാം, പെങ്ങളുടെ കല്യാണം. വീട്ടുകാർക്ക് വീട്ടുകാരുടേതായിട്ടുള്ള ഒരു എക്സ്ക്യൂസാണ്. അപ്പൊ ഗെയിം കളിക്കാൻ ഞാൻ ഇവന്റെ വീട്ടിലാണ് പോണത്. ഞാൻ എന്റെ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുവാണ്. ഇവൻ ദീവാങ്കോട്ടിൽ ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നു. ചാഴ്ത്തിരിക്കുന്നു. ഞാൻ ഇവന്റെ അമ്മ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നു. കണ്ടു പറഞ്ഞ, കണ്ണ ഫുഡ് റെഡി ആയിട്ട് വാ കഴിക്കാം. ഇവൻ പറഞ്ഞ ഫുഡ് വേണ്ട. ദേഷ്യത്തിൽ എന്നെ പറഞ്ഞ, അല്ലടാ നല്ല കറിയാ, നെണ്ടുകറിയൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ഇവൻ പറഞ്ഞ ഫുഡ് വേണ്ട, ഫുഡ് വേണമെന്നല്ലോ പറഞ്ഞു. നിൽക്കുന്ന പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞ് നേരെ കമന്ന് കിടന്ന് വഴക്കിട്ടിട്ട്. ഞാൻ നോക്കുമ്പോൾ ഇവൻ്റെ അമ്മ കിടന്ന് കരയാൻ തുടങ്ങി. ആ വിതുമ്പാണ് ഞാൻ നോക്കുമ്പോൾ. അത് ആംബുലൻസിന്റെ സൈറമാണ്.
എന്ന് പറഞ്ഞ കാര്യമാണ് പുള്ളിക്കാരത്തി. പണ്ട് പുള്ളിക്കാരത്തി കറഞ്ഞിട്ട് പറഞ്ഞു അമ്മയ്ക്ക് പേടിയായിട്ടും വെള്ളം, നീ ഇടിയായിട്ട് ഒന്നും കഴിക്കണില്ല, നീ ക്ഷീണിച്ചു പോയി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വഴക്കിട്ട് കമ്മിറങ്ങോണ്ട് ബാക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ എന്തായാലും ക്ഷീണിച്ചിട്ടില്ല, അവിടെ ഒരു ക്ഷീണമില്ല. പിന്നെ അവരെന്ത് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലാവണല്ല. ഉമ്മത്തുങ്ക പോലെ ഇരിക്കും അവന്റെ ബാക്ക്. 95 കിലോ ഉണ്ടാവും, എന്നെക്കാളും മണ്ണുണ്ട്. ഇപ്പൊ പിന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങളുള്ള പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്, എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവാത്തെന്ന് പറഞ്ഞാൽ തലവണ എടുത്ത് തലവഴി പൊത്തി കിടക്കുവേ. മറ്റേ ഷമ്മിയൊക്കെ കിടക്കണമല്ലോ, സൈക്കോ ഷമ്മി. ഇവന്റെ അമ്മ ഞാൻ നോക്കുമ്പോൾ എന്നെ കൊഞ്ചിക്കാൻ തുടങ്ങി. ആ ലിറ്ററലി എന്റെ കിളി നോത്തി പോയി ആ സീൻ കണ്ടിട്ട്. ദേഷ്യപ്പെടുമ്പോ എന്റെ കണ്ണനെ കാണാൻ എന്ത് ക്യൂട്ടല്ലേന്ന് അവനെ കാണാൻ. എന്റെ കിളിയും കിളിക്കൂടും നോത്തിപ്പോയി. എനിക്ക് അന്നൊരു പ്രപഞ്ച സത്യം മനസ്സിലായി. നമ്മളെ അമ്മമാരോട് ദേഷ്യപ്പെട്ടാൽ അവർ നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയും എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കി. അവിടുത്തെ അംഗംവേട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിട്ട് പോയി. നേരെ ഒന്ന് ദീവാങ്കൂട്ടിട്ട് കമന്ന് കെട്ടി കിടന്നു, TV ഓണാക്കി. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു എൻ്റെ പൊന്നം വെച്ചി കുട്ടാ ചോറ് കഴിക്കാനുള്ള എന്ന് ചോദിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റ്. ഞാൻ തിരിഞ്ഞു നോക്കി ആരും എന്നെ മൈൻഡ് ചെയ്യാനുള്ള എൻ്റെ വീട്ടിൽ ഒരു പട്ടിക്കുറുക്കിനും മൈൻഡ്. ഞാൻ നോക്കുമ്പോൾ അങ്ങ് വിദൂരതയിൽ ഡൈനിങ് ടേബിളിൽ നിന്ന് എൻ്റെ അമ്മ സവാള അരിയുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കും അവിടെ നിന്ന് അപ്പൂപ്പൻ ഇങ്ങോട്ട് കിടക്കണ്, ഇവിടെ നിന്ന് അമ്മൂമ്മ അപ്പൂപ്പനെയും തെറി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കിടക്കണ്. ഒരു പ്രാന്താലയം സെറ്റപ്പ്, വീടല്ല അത്. എൻ്റെ മൂഡ് മൊത്തം പോയി. ആരും എന്നെ മൈൻഡ് ചെയ്യാനുള്ള. അപ്പൊ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഞാൻ സൗണ്ട് പുറപ്പെടുവിക്കാൻ തുടങ്ങി. മൈൻഡ് അവിടെ നിന്ന് അമ്മ എന്തിയാടാ, ഞാൻ ഗ്യാസ് കയറിയെന്ന് പറഞ്ഞു. വെളുത്തുള്ളി എടുത്ത് കഴിക്കാം, ഗ്യാസ് കയറിയെന്ന്. ഞാൻ പറയാ അതൊന്നുമല്ല, ഞാൻ ഉച്ചപോലൊന്നും കഴിച്ചല്ലോ, അപ്പൊ അതിന്റെ വിശന്നിട്ടാന്ന്. എന്നാ പോയി ചോറെടുത്ത് കഴിക്കും. അതിന് എനിക്കറിയാൻ പാടില്ല വിശന്നാ ചോറ് കഴിക്കണം എന്നുള്ള കാര്യം. ചോറെടുത്ത് കഴിക്കുക. ഞാൻ പറയാ എനിക്ക് ചോറൊന്നും വേണ്ട. ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ, മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ഞാൻ വഴക്കിട്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ വരും എൻ്റെ അമ്മ കണ്ണൻ ക്ഷീണിച്ചു പോയി എന്ന് പറയാനായിട്ട്. ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റ്. ഞാൻ തിരിഞ്ഞു നോക്കി എൻ്റെ അമ്മേനെ അവിടെ കാണാനില്ല. അടുക്കളയിൽ ലൈറ്റ് ഇട്ടുണ്ട്. എനിക്ക് എന്തെന്നില്ല, അത് ആക്ച്വലി വർക്കൗട്ടായി ആ സീൻ. ഞാൻ അമ്മേനോട് വഴക്കിട്ട് അമ്മ എനിക്ക് വേണ്ടി ഫുഡ് എടുക്കാൻ പോയിക്കോന്നു. എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല. അമ്മ എന്ത് ഫുഡ് എടുക്കണേന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി പറഞ്ഞാൽ പതുക്കെ പമ്മി നടന്ന് അടുക്കളപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ കഞ്ഞിക്കലത്ത് വെള്ളം ഒഴിച്ചത് ഫ്രിഡ്ജിട്ട് കയറ്റി വെച്ചു. അണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞാൽ നീ ഒന്നും കഴിക്കാനുള്ള പോയി കിടന്ന് തുടങ്ങിക്കോളെ. ഞാൻ പറഞ്ഞ അമ്മേ എനിക്ക് വിശക്കണുണ്ട്. JCB പോലെ 2 കൈ ചെവിട്ടമ്പാട് എടാ കാല വിശക്കണുണ്ടെന്ന് പറയാം. ഞാൻ അമ്മമാരോട് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. കാരണം തർക്കിച്ച എന്തായാലും അവസാനം ജയിക്കണം അമ്മമാരെ തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഇവരുടെ ആ മാന്ത്രിക തണ്ടിൽ എഴുതിയ 3 വാക്കുകളുണ്ട്. നമ്മളവരെ തർക്കിച്ച് തോപ്പിക്കുമെന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ആ 3 വാക്കെടുത്ത് മുഖത്തായിട്ട് വലിച്ചെറിയും. ആ പറടാ, ജനിപ്പിച്ച അമ്മേനെ തന്നെ പറ. ഇതിനു വേണ്ടിയാണല്ലോ നിന്നെ 9 മാസം ചുമന്ന് വെച്ചത്. കഴിഞ്ഞു. നമ്മൾ പ്രസവിച്ചിട്ടില്ല, നമ്മൾ ചുമന്നിട്ടില്ല, നമുക്ക് ഇവരോട് ഒന്നും പറയാനും പറ്റില്ല. ഞാൻ പറഞ്ഞ അമ്മേ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല. അതിന്റെ റിപ്ലൈ ഇതിലും വലിയ കോമഡിയാ. ആ കുറെ കൂടെ അമ്മേനെ തരി പറ, പിന്നെ എങ്ങനെ നീ പ്രസവിക്കും? പക്ഷെ കാര്യം ഇതൊക്കെ ആണെങ്കിലും ഞാൻ രാത്രി വൈകി കഴിഞ്ഞാൽ വീട്ടിട്ട് വരാൻ കാര്യം ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പൊക്കെ ആണെങ്കിലും രാത്രി ഞാൻ വീട്ടിട്ട് വരാൻ വൈകി കഴിഞ്ഞാൽ എനിക്ക് ആദ്യം വരുന്ന കോൾ എൻ്റെ അമ്മയുടെയാണ്. അത് ഹാൻഡ്സ് ഓഫ് ടു എല്ലാ അമ്മമാരും, എടുക്കുന്ന എല്ലാ അമ്മമാർക്കും. കാരണം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഞാൻ വൈകി കഴിഞ്ഞാൽ അപ്പം എൻ്റെ ഫോണിൽ റിങ് അടിക്കും. എൻ്റെ അമ്മച്ചിയുടെ കൊടുക്കും. ഹലോ എവിടെയാണ് തേണ്ടി? ഞാൻ പുറത്താ. ഇങ്ങനെ തുഴഞ്ഞിങ്ങ് എത്താറായില്ലേ? ഞാൻ എത്താം. ഇവിടെ ഗേറ്റ് അടയ്ക്കാനുള്ള ഞങ്ങൾക്ക് കഞ്ഞിക്കാലത്തിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ദാറ്റ്സ് ഫോർ മൈ കേസ്. താങ്ക് യു ഫോർ മൈ സ്റ്റേജ്. നമ്മുടെ ഇത്രയും നാളുള്ള ഇത് ഐറ്റം വേറെയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സെഷൻസ് ആയിരുന്നു. ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഉഷാർ, അടിപൊളി. ആദ്യമായിട്ടാണ് എന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലാണ് പെർഫോമൻസ് സ്റ്റൈല് കേട്ടോ. അതേപോലെ കണ്ടന്റ് വളരെ മനോഹരമായിട്ട് ഏത് കുഞ്ഞിനും മനസ്സിലാകുന്ന രീതിയിലാണ് അത് പെർഫോം ചെയ്ത് ഫലിപ്പിച്ചത്. അത് നിന്റെ ഏറ്റവും വലിയൊരു കഴിവാണ്. നിനക്ക് ഭാവിയിൽ ഇത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കഴിവുകളും. നാളെ ഇടാതിരിക്കണ്ട, ഇവിടുന്ന് വെയിലയക്ക്. എല്ലാം ചെയ്തത് ആസ്വദിച്ചാണ് ചെയ്തതെന്നുള്ള സത്യം. നമ്മളും ആസ്വദിക്കുന്നുണ്ട്, അവനും ആസ്വദിക്കുന്നുണ്ട്. വിത്ത് ആക്ടിങ് നല്ല രസമായിരുന്നു. മുമ്പോട്ട് കൊണ്ടുപോവുക. നിനക്ക് സ്കിറ്റ് കളിക്കാനുള്ള ഒരു കഴിവ് കൂടെ കാണുന്നുണ്ട്. 2 പേരെയും കൂടെ അറേഞ്ച് ചെയ്ത് 3 പേര് വന്ന് മനോഹരമായിട്ട് സ്കിറ്റ് കളിക്കാൻ. കാര്യം അവതരണ ശൈലി നല്ല രസമാണ്. അത് നമുക്ക് ഇവിടെ ആവശ്യമുള്ളൊരു സാധനമാണ്, അങ്ങനത്തെ ഒരു ശൈലിയുള്ള പെർഫോമൻസ് ഒക്കെ. അപ്പം അതിനുള്ള കഴിവ് കൂടെ ഉണ്ട്. അപ്പം ഏത് രീതിയിലും ഫൈറ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു പവർ നിനക്കുണ്ട്. അത് കൈവിടാതെ സൂക്ഷിക്കുക, അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ആദ്യം പറഞ്ഞാൽ ഈ ചുണ്ട് കറുപ്പിക്കാനും കണ്ണ് ചുമപ്പിക്കാനും പോകാതെ തന്നെ
ചെയ്ത് അതൊക്കെ കോമഡിയാണ്. അമ്മച്ചി അത് കോമഡിയാണ്. ഇനിയിപ്പോ തിരിച്ചെന്നാലല്ലേ നീങ്ങി വാടാ. കഞ്ചാവിൽ തുടങ്ങി അവസാനം നമ്മുടെ അമ്മയെ കൊണ്ട് നിർത്തിയ ആ കണ്ടന്റ് ഉണ്ടല്ലോ, അത് ഈ കഞ്ചാവിൻ്റെ കണ്ടന്റുമായിട്ട് വന്നപ്പോൾ സത്യം ഞാൻ കരുതിയത് ഈ ഫുള്ള് ഈ കഞ്ചാവിനെ കുറിച്ചും അതിൻ്റെ ഇത് പറയാം. പക്ഷേ അവിടെ നിന്ന് ജസ്റ്റ് 2-3 വരിയിൽ ആ സാധനം നിർത്തിക്കൊണ്ട് പിന്നെ നമ്മുടെ ജീവിതം അമ്മയുടെ ഇതിലേക്ക് വന്നിരിക്കുകയും അമ്മ ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയും ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് നമ്മൾ വീട്ടിൽ കയറിയില്ലെങ്കിൽ ആര് വിളിച്ചിലും ഭാര്യമാർ പോലും വിളിച്ചില്ലെങ്കിലും വിളി അമ്മയാണ്. അത് വേറൊരു ശക്തിയാണ് അമ്മ എന്ന് പറഞ്ഞാൽ. ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് അതിനുള്ള വില മനസ്സിലാക്കുള്ളൂ. അടിപൊളി മോനെ, നീ ഫസ്റ്റ് ടൈം എന്ന് ഒരിക്കലും പറയില്ല, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാൻഡപ്പ് ഇത് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്. ടാലന്റ് അതാണ് ഈ ശരിക്കും പറഞ്ഞാല് ഈ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഏറ്റവും വലിയ കാര്യം. നേരത്തെ അവിടെ നിന്ന് വന്നപ്പോൾ ഉള്ള ആ അലസതയിലാണല്ലോ അവിടെ നിൽക്കുന്നത്. ആ അലസത മുഴുവനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോവുക. പിന്നെ അതിനകത്ത് കൊണ്ടുവന്ന ക്യാരക്ടേഴ്സിനെല്ലാം നിങ്ങൾ ഫേസ് കൊണ്ടൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ എക്സ്പ്രഷനിലും ഒക്കെ അതിന്റെ ഇടയിൽ പ്ലേ ചെയ്തതൊക്കെ ഒരു സ്ക്രിപ്റ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ട് പോലും. അതാണ് സ്റ്റാൻഡപ്പ് കോമഡിയുടെ വിജയം. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് തോന്നാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അത് ശരൺ, യു ഡിഡ് ഇറ്റ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. സ്റ്റാൻഡപ്പ് കോമഡിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇവിടെ വളരെ കുറച്ച് പേരേ ഉള്ളൂ നന്നായിട്ട് അത് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള സ്ക്രിപ്റ്റിംഗ്, ഈ രീതിയിലുള്ള പ്രസന്റേഷൻ ഇതിനു മുമ്പ് തൽക്കാലം വേറെ ആരെയും നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല. അത് നിങ്ങളുടെ മാത്രം ഫോർട്ടേ ആയിരിക്കും. ആൻഡ് യു വിൽ ഗോ പ്ലേസസ് ഫോർ ഷുവർ. കാര്യം എന്താണെന്നറിയാം, നമ്മൾ എഴുതി പഠിച്ച് അത് പ്രസന്റ് ചെയ്യുമ്പോഴേ അത് മുഖത്തുണ്ടാകും തീർച്ചയായിട്ടും. ആ ഒരു അടുത്തത് എന്താണെന്നുള്ള ഒരു ഓർത്തെടുക്കലുണ്ടല്ലോ, അത് നമ്മുടെ മുഖത്ത് വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പഠിച്ചതങ്ങ് പറഞ്ഞ് തീർക്കുക. ഇതിപ്പം എവിടെയൊക്കെ കൊണ്ടുവേണേലും ചെയ്യാവുന്ന പോസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് എൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. എവിടെ വേണേലും ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും ഒരു കുഴപ്പമില്ല. ഇതിന്റെ ക്രൗഡ് വർക്ക് എന്ന് പറയുന്ന സാറ് അവിടെ ഇരിക്കുന്ന പാവപ്പെട്ട അപ്പൂപ്പനെ ക്യാരക്ടർ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബ്യൂട്ടിഫുൾ. അപ്പം ശരി, ഇടയ്ക്കിടയ്ക്ക് വരണം. സ്റ്റാൻഡപ്പും സിർക്ക പറഞ്ഞ പോലെ സ്കിറ്റൊക്കെ ആയിട്ട് മൊത്തത്തിൽ നമുക്ക് കുറച്ച് നാളിവിടെ അടിച്ചു പൊളിക്കാം. ഓക്കെ, സ്കിറ്റ് ആകുമ്പോൾ പോക്കറ്റ് മണി, അതുകൊണ്ട് സ്റ്റാൻഡപ്പ് കോമഡിക്ക് പോക്കറ്റ് മണി തരുവാണെങ്കിൽ ഞാൻ ഇനി നല്ലൊരെണ്ണം കൊണ്ട് അങ്ങോട്ട് നമുക്ക് നോക്കാം. തുടക്കം ഗംഭീരമായിരുന്നു. നല്ലൊരു കൈഡി. അടുത്ത ടീം റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അത്ര വലിയ നല്ല ടീമൊന്നും അല്ല. തമാശയൊക്കെ വെറും നോർമൽ. പക്ഷെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് അവർക്കാ. അവരെ ഒത്തിരി പൊക്കി കയറ്റി പറയണ്ടെന്ന് പറഞ്ഞു. പ്രതീക്ഷയുടെ അമിതഭാരം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നല്ലത്. അതുകൊണ്ട് ലെറ്റ്സ് വെൽക്കം സുധീഷ് സൂര്യാദിത്യ. ഈ ഒരു മൂഡ് ഓക്കെ അല്ലേ? ഒരുപാട് കേറ്റാറ് എന്താണെന്നറിയോ ചേട്ടാ, നമ്മള് ആദ്യത്തെ 2 സ്കിറ്റ് അടിപൊളിയായപ്പോ നമ്മള് ഇൻട്രോ ഒക്കെ കയറ്റി വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ആ സ്കിറ്റ് പ്രതീക്ഷയുടെ അമിതഭാരം ഞങ്ങൾക്ക് തരില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ താഴ്ത്തി കിട്ടും. ഗംഭീര ആർട്ടിസ്റ്റുകളാണല്ലോ. അല്ല, ഗംഭീര ആർട്ടിസ്റ്റുകളല്ല, ആയി വരേണ്ട ആൾക്കാരാണ്. പക്ഷെ അങ്ങോട്ട് ആവുന്നില്ല. എന്താണെന്നറിയോ, ഇങ്ങനെ തളർത്തിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. അവര് പറഞ്ഞ അങ്ങനെ പറയുമ്പോ വ്യക്തമായിട്ട് പറഞ്ഞു തരണം. രണ്ടായിട്ടേ ഉള്ളൂ. ആശാന്റെ നെഞ്ചത്തല്ലേ കളരിക്കപ്പുറത്ത്. അല്ല, എന്താന്നുള്ളതേ നമുക്കൊന്ന് കാണാം. അവരെ നിർത്തി നമുക്ക് വേർപ്പിക്കണ്ട. കാര്യം കളിച്ച് ചീക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം പ്രതീക്ഷയെന്നല്ല ഒരു തരിമ്പ് പോലും ഇല്ല. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ തുടങ്ങല്ലേ? ഇത് ഐറ്റം വേറെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് ഞാൻ നേരത്തെ പോകും കേട്ടോ. പണിക്ക് വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് നേരത്തെ വേണ്ട വിചാരമായോ? എവിടെ പോവാനാ? ഞാൻ പറഞ്ഞില്ലയോ ചേച്ചി, രാജീവ് ഇന്ന് എന്നെ സിനിമ കാണാൻ വിളിച്ചിട്ടുണ്ട്. പൊക്കോടി പൊയ്ക്കോട്ടെ. പൊക്കോടി. കാര്യമായിട്ട് പറഞ്ഞാന്നല്ല. അതല്ല, നിന്നെ നിന്റെ രാജീവനെ നിന്റെ കെട്ടിയോ കയ്യോടെ പൊക്കോടി. അയ്യോ, എന്റെ ചേട്ടനൊരു പാവോ ചേച്ചി. അപ്പൊ രാജീവനോ? അവൻ പഞ്ചപാവാ. വളത്തോടെ ചെവിക്കടിച്ച് ഞാൻ പൊട്ടിക്കും. ഞാനാ പോയി പണിയാൻ നോക്കട്ടെ അങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. മുതലാളി ഉഷയാണോടിയത്? ആന്നേ. ആ, ഞാന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുവാ. കുറച്ച് കഴിഞ്ഞങ്ങോട്ട് വരാം. നിങ്ങൾ പണി തുടങ്ങിക്കോ. ഓ ആയിക്കോട്ടെ. അതാരുടെ ഒരു കോറസ്? അതൊരു പുതിയ പെണ്ണാ മുതലാളി. അപ്പൊ കഞ്ഞി എനിക്ക് വേണ്ട. കഞ്ഞി ഇപ്പൊ ഇങ്ങോട്ട് വരും. ഉഷേ, സുഖം തന്നെ.
അതെ, അതെ, അയ്യോ കൊറേ നാളായി കണ്ടിട്ട് കേട്ടാ. ഒരച്ചെടുത്ത് കളഞ്ഞു. ഇന്നലെ കൂടി കണ്ടതേ ഉള്ളു കളവൻ. എന്തോന്നടി? അല്ല ഒന്നുമില്ല, ഞാൻ പറയായിരുന്നു. അയ്യോ അതേ പോണു. ആഹാ, ആഹാ, ആഹാ. അല്ല അല്ല മുതലാളി അത് ഇത് നമ്മുടെ ഭവാനി ഓ തന്നെ തന്നെ. മോളല്ലയോ? അതെ അതെ അതെ. അയ്യോ പണ്ട് ഇവിടെ കൊയ്ത്തുള്ള സമയത്ത് ഈ ഭവാനി എന്തോരം ചുറുചുറുക്കോടാ ജോലി ചെയ്ത്. നമ്മള് കൊരങ്ങന്നാന്ന് വിളിക്കണത്. ട്രാക്ടറിന്റെ മണ്ടേ കയറും, പേരൊക്കെ പറിക്കും. ഭവാനിയുടെ അതേ മുടി. എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ ഭവാനിയുടെ അമ്മയില്ലേ, കാർത്യായനി, എന്റെ അമ്മൂമ്മ, അവളുടെ ചുറുചുറുക്കാണ് ചുറുചുറുക്ക്. മുടി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലേ, അതാണ്ട് ഇവിടം വരെ കിടക്കും. അതൊന്ന് ഓർത്ത് നോക്കിയതാ ദൈവമേ. 3 തലമുറയുടെ പുറകെ കിടന്ന കാമദേവനെ കണ്ടു. എന്താണ്? അല്ല ഞാൻ കാര്യങ്ങൾ പറയായിരുന്നു, പണിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയാ. ഞാനേ കോഴിക്കോട് നിന്ന് വന്നപ്പോ കുറച്ച് പിസ്ത കൊണ്ടുവന്നിട്ടുണ്ട്. വന്നാ നമുക്കത് അകത്തിരുന്ന് കഴിക്കാം. എവിടേക്ക് പോണു? അല്ല കോഴിക്കോട്ടെ പിസ്ത തിന്നണ്ടേ? കോഴിക്കോടത്തെ പിസ്ത, കാസർഗോഡത്തെ ബദാം എന്നിട്ട് ചിത്ര 3 ദിവസമാണ് പനിച്ചു ചേർന്നത്. അതെന്താ ചേച്ചി? അതിന് പറഞ്ഞാലേ നീ കഴിക്കാതിരിക്കത്തുള്ളോ? എടി പിസ്ത വേണ്ടേടി. പിസ്ത വേണ്ട, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. പിസ്ത അവിടെ നിന്ന് വളിക്കും. വലിച്ചോട്ടെ, കുഴപ്പമില്ല. എടി വേറെ പെണ്ണുങ്ങളൊന്നും പണിക്ക് വന്നില്ലേ? അവരൊക്കെ നാളെ വരും, ഞാൻ വേഗം വന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഉഷ ഇച്ചിരി ഫാസ്റ്റ് തന്നെടേ. സ്വന്താ ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. സ്വീറ്റ് 80, 80ാം പിറന്നാള്. അപ്പൊ ഭയങ്കര ആഘോഷമാക്കണമെന്ന് ഒരേ നിർബന്ധം. ആർക്ക്? എനിക്ക്, അല്ലാണ്ട് എനിക്ക് ആരില്ല. എന്തോരം വലിയ വീടാ മുതലാളി. ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളോ? ആ. കൂട്ടിനാരെങ്കിലും ഒക്കെ വേണ്ടേ? ദൈവമേ, ഇത് സങ്കടമാണോ ക്ഷണമാണോ? എന്താ മുതലാളി എന്താ പറഞ്ഞത്? അവളുടെ ടോണ് നീ ശ്രദ്ധിച്ചില്ലേ? എന്നെ ടോണിക്കാരി പിടിക്കണ്ട, അവൾ അങ്ങനെ പറഞ്ഞതല്ല. ഭാര്യ വെച്ച പിന്നെ പുള്ളി ഒറ്റയ്ക്കാടി. അപ്പൊ മക്കളൊക്കെ വെച്ച് ചവിട്ടി പുറത്താക്കിയില്ലേ? മക്കളെയൊക്കെ ചവിട്ടി പുറത്താക്കുന്ന മോശമല്ലേ മുതലാളി? എടി അവന്മാർ എന്നെ ചവിട്ടി പുറത്താക്കിയത്. എന്തിന്? കയ്യിലിരിപ്പ്, പിള്ളേരെ കുറുക്കെടുത്ത് കുടിക്കുക, പിള്ളേരെ പലഹാരം എടുത്ത് കഴിക്കുക, താടിക്കിട്ട് തട്ടാ, സൈ കെട്ടാ ചവിട്ടി പുറത്താക്കി. എടി എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, ഈ കടപ്പലകാരം കാണുമ്പോ ഭയങ്കര ആർത്തിയാണ്. പ്രത്യേകിച്ച് ക്രീം ബിസ്ക്കറ്റിന്റെ നടുക്കത്താ വെള്ളയില്ലയോ, അത് കണ്ടാ ഞാൻ നക്കും. അങ്ങനെ നക്കിയിട്ട് ഞാൻ ഫെവിക്കോളും വെച്ച് അടച്ചു വെച്ച് ഇപ്പൊ കൊച്ചുമക്കളുടെയൊക്കെ വാ അടഞ്ഞുപോയി. ആണ്ടേ, അതുകൊണ്ട് മരുമോളുണ്ടല്ലേ ചട്ടുകത്തിന് പൊള്ളിച്ചിവിടെ. ചുമ്മാ പറയാടി. സത്യം, നിങ്ങൾ നോക്കി. പണ്ട് നല്ലോണത്തിൽ ജീവിച്ച മനുഷ്യനാണ്. എന്തോ എവിടെയോ അടികെട്ടി കിളി പോയതാന്ന് തോന്നുന്നു. പണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. എന്തോരം ആ ഭാഗത്തൊക്കെ പശുവും തൊഴുത്തും ആടും. എടി പശുവിന്റെ കാര്യം പറയരുത്. അമ്മണി പശു കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്. പശു കാരണം അച്ഛൻ മരിച്ചെന്നോ? ആ, പണ്ട് എനിക്കാണെങ്കിൽ ചോരത്തിളപ്പുള്ള പ്രായം. ഇപ്പൊ തിളപ്പില്ലേ? ഇപ്പൊ തിളച്ച് പറ്റിയല്ലേ. അന്ന് ഒരു സമയത്ത് എനിക്കൊരു ഫുള്ള് കിട്ടി. ഞാൻ തൊഴുത്തി ചെന്നപ്പോ എന്തുവാ, എന്താന്ന് പറഞ്ഞു? അമ്മിണി പശു അയവെട്ടുന്നെന്ന്. എനിക്ക് വേറെ കമ്പനി ഇല്ലാത്തോണ്ട് ഞാനൊരു 390 അമ്മിണി പശുവിന് ഒഴിച്ചങ്ങ് കൊടുത്തു. അടിച്ചു പൂസായ അമ്മിണി പശു 2 കാലിന് വീട്ടിൽ വന്ന് കയറിയെന്ന്. 4 കാലെന്നല്ലേ പറയാറ്? എടി അത് മനുഷ്യന്മാരടിക്കുമ്പോഴാണ് 4 കാലില്, പശു ആവുമ്പോ 2 കാല്. എന്നിട്ട് അടിച്ചു പൂസായ നേരെ വന്നിട്ടേ കട്ടിലി കിടന്ന എന്റെ അച്ഛന്റെ നെഞ്ചത്തെ ചവിട്ടിട്ട് ഈ പശു പറയുവാണേ, എന്റെ പാല് വിറ്റല്ലേടാ നീ ഈ വീടുണ്ടാക്കിയ സ്വത്തിന്റെ പാതി കൊടുക്കാൻ. കൊടുക്കാതിരിക്കുമല്ലേ? സ്വത്തിന്റെ പാതി കൊടുക്കാത്തതിന് പശു അച്ഛന്റെ വായിലിട്ട് ഒറ്റ ചവിട്ട്. പിറ്റേ ദിവസം പശുവിന്റെ കുളമ്പി നമ്മൾ കൊണ്ട് വായിക്കിരിയിട്ട്. കുളമ്പിൽ ആരെങ്കിലും കൊണ്ടുപോയി വായിക്കിരി ഇടുവോ മുതലാളി? എടി പശു ചവിട്ടിന്ന് പറഞ്ഞില്ലേ, അച്ഛന്റെ വാ പശുവിന്റെ കുളമ്പി ഇരിക്കുവാണ് അവിടെ ഇട്ടത്. ഞാൻ പോവാ. ചേച്ചി എവിടെ പോന്ന്? ഈ പല്ല കളവനെ ഞാൻ കൊല്ലാത്ത എന്താണെന്നറിയോ? എനിക്ക് 2 പെമ്പിള്ളറിലോണ്ടാ. മാറി ഇരിക്കും അങ്ങോട്ട്. അങ്ങനെ പറ്റും, ഞങ്ങൾ പണിയെടുത്തോട്ടെ. ഹരിചന്ദന മലരിലെ മധുവായി. നീ ആ ചാക്കെടുത്തിട്ട് ആ മുളക് ഉണ്ടാവും, അതിൽ അങ്ങോട്ട് എടുത്തിട്ട്. എടി ഈ കിളവന്റെ കയ്യിൽ പൂത്ത കാശിരിക്കണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ ആര് നിൽക്കാനാ ഇതിനൊക്കെ? എന്തോ ചെയ്യാനേ, ചിങ്ങേരൊക്കെ മര്യാദ പഠിപ്പിക്കാനേ നല്ലൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഹണി ട്രാപ്പ്. ഹണി ട്രാപ്പ്? ചേച്ചി എന്റെ കൂടെ നിന്നാ മാത്രം മതി, ബാക്കി ഞാൻ ഏറ്റോളാം. എനിക്ക് പേടിയാണ്. എടി സമയം എത്രയായി? സമയം 10:30. 10:30. നീയൊക്കെ ഇവിടെ പണി ചെയ്യാനാണോ വന്നേ? അല്ല, തുടങ്ങണ്ടേ? തുടങ്ങണം. അവളോട് പറഞ്ഞ? ഇല്ല, പറഞ്ഞില്ല. ഞാൻ സാധനം എടുത്തോണ്ട് വരാൻ, തുടങ്ങണം. ദാണ്ട ചേച്ചി, ഞാനൊന്നും ഇല്ല കേട്ടോ. എന്റെ കെട്ടിയോനെ രാജീവിനെ ഒന്നും എനിക്ക് ചതിക്കാൻ പറ്റത്തില്ല. അയ്യ, അവളൊരു മാന്യത്തെ നിൽക്കണം. അതെ, ഇതെന്തെങ്കിലും അവിടെ കിടന്ന് കാണിക്കും, അതിനൊന്ന് നിന്ന് തന്നാ മതി കേട്ടാ. ചേച്ചി ഞാനില്ല, ചേച്ചി അങ്ങോട്ട്. അപ്പൊ എറിപ്പന്ത് കളിക്കാൻ നീ ഇല്ലേ? ഇതായിരുന്നു. പിന്നെ നീ എന്തൊരു കരുതിക്കൊണ്ടിരുന്നത്? അതെ, എറിയുമ്പോ വേദന ഉണ്ടെങ്കിൽ പറയരുത്, വന്ന് തടവിക്കളയും. നല്ല രീതി എറിഞ്ഞു കേട്ടി. കണ്ടില്ല കണ്ടില്ല. ഉണ്ട്.
ഉഷേ മാറിക്കോ ചേച്ചി. ഉഷേ ഓ. ഇന്ന് നിന്റെ മേലരയ്ക്കും ഇന്ന് നിന്റെ മേലരയ്ക്കും വേണ്ട 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 വേണ്ട. അയ്യോ. തടവിത്തരാം വേദനയില്ലേ? ആ, എന്റെ കാല്. അയ്യോ ചേച്ചിയുടെ കാല്. അയ്യോ എന്റെ കാല്. കാലെന്താ? കാല് മുറിഞ്ഞ ചോര. മുതലാളി വേഗം ഒന്ന് വാ. ചോര 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 ചോര. നീ എടുത്തിട്ട് വാ. കാണാത്തോണ്ടാ ചോര ഉണ്ട് മുതലാളി. അയ്യോ തുണി എടുക്ക. നീ ഏത് തുണിക്കട പോയി ഞാൻ അയ്യോ ആ മുള്ളി കഴിച്ചതാ. ഇങ്ങോട്ട് താ മുതലാളി. കെട്ട് കെട്ട് ഇങ്ങോട്ട് വാ. കെട്ട് 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 കെട്ട്. ആ കാല് കെട്ട് 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 നിന്റെ കെട്ട്. കെട്ടിയോ എന്തായാലും പറയൂടി അതല്ല കാല് കെട്ട് മുതലാളി. അയ്യോ അയ്യോ ആ ആ ആ. അയ്യോ ഞാൻ വെറും കിഴങ്ങനാണെന്ന് കരുതിയോടി വീഡിയോ എടുക്കുന്നല്ലേ എനിക്ക് മനസ്സിലായി മറ്റേ പാട്ടിടാന്നല്ലയോ നീ വീഡിയോ എടുത്തോ നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക കാത്തിരുന്നല്ലോ കാത്തിരുന്നല്ലേ. കാല് വയ്യെങ്കിലും നീ ലിറിക്സിൽ കയറി അങ്ങ് പിടിക്കില്ലേ എടി എഴുന്നേക്കടി നല്ലൊരു ക്യാപ്ഷൻ പറഞ്ഞു കൊടുക്ക പറയേച്ചി. ക്യാപ്ഷൻ പറയട്ടെ മുതലാളി. ആ പറഞ്ഞോ കട്ടപ്പനയിലെ വീട്ടിൽ വെച്ച് ആ. ജോലിക്ക് വന്ന യുവതിയുടെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറിയ വൃദ്ധൻ പിടിയിൽ. നിങ്ങൾ ഞാനോ? കുറെ കാലായി നിങ്ങളെ ശല്യം ഞാൻ സഹിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഒരു പണി തരണം ഞാൻ വിചാരിച്ചതാ കേട്ടാ. ഞാനെന്തോ ഇതെന്ന് നിങ്ങളുടെ ഈ തുണിയിൽ ഇനി എറി മുളവിന്റെ എറി നിന്റെ നാക്കിറങ്ങിപ്പോ എറി വീഡിയോ നീ എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞേക്കാം അയ്യോ പുകഞ്ഞ് വരുന്നുണ്ട് പുകയല്ലോ മുളകിന്റെ ചാക്ക. ഉഷേ. ഓ. അയ്യോ ഇത്തിരി ഐസ് ഇടുവോ ലൈം ജ്യൂസ് എടുക്കാനാണോ? ലൈം ജ്യൂസ് അല്ലടി ഐസ് ഇങ്ങനെ ഇടും. വെള്ളം കിട്ടുമോ വെള്ളമില്ല. സത്യം പറ അയ്യോ സത്യം പറ നിന്റെ ഉദ്ദേശം എന്തുവാ ഒരു 10 ലക്ഷം രൂപ ഇങ്ങ് വെക്കാവോ? 10 ലക്ഷം രൂപ എന്തിനടി ആ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ തുണിയില്ലാത്ത വീഡിയോ ഞങ്ങൾ നാട് മുഴുവൻ കാണിക്കും. നിങ്ങളുടെ മുഖം മൂടി അയച്ചിടും. 10 ലക്ഷം രൂപ നിനക്ക് 10 കുണുവ പോലും ഞാൻ തരൂല എന്റെ വീഡിയോക്ക് എനിക്ക് നിങ്ങൾ 50,000 രൂപ തരണം. അതെന്തോന്നിനി? എടി ഗൂഗിളിൽ കയറി അടിച്ചു നോക്കടി കൃഷ്ണൻകുട്ടി ഹോട്ടെന്ന് 400 വീഡിയോ വരും. ഈ വീടൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്നാ നീ കരുതിക്കൊണ്ടിരിക്കുന്നത് എന്റെ വിയർപ്പാ ഇത്. പിന്നെ എന്നോടാ കളി നിന്റെ. കൃഷ്ണൻകുട്ടിക്ക് ഒരു നല്ല കൈ കൊടുക്കാം. നല്ലതായിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു. പക്ഷേ ആ കണ്ടന്റ് നല്ല രീതിയിൽ കൗണ്ടറുകൾ കയറ്റി പൊലിപ്പിക്കാൻ പറ്റിയില്ല. കൗണ്ടർ ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ കൗണ്ടറുകളുണ്ട്. പക്ഷേ ആ കണ്ടന്റിന് പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാമായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം നീ ഔട്ട് പോയിട്ട് പിന്നെ എൻട്രി വരാനുള്ള സ്പേസ് ഇവർ ഫില്ല് ചെയ്ത് ആ ഭാഗത്തൊക്കെ ഒരു പോരായ്മകൾ ഫീൽ ചെയ്തു. ഇതിൻ്റെ എനിക്ക് പറയാനുള്ളൂ, പൊതുവേ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ എനിക്കിഷ്ടമായി. എനിക്ക് ഒന്ന് നിങ്ങളെല്ലാവരും ആർട്ടിസ്റ്റുകളായതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തെറ്റുകളുടെ ഇടയിൽ തെറ്റുകൾ നമുക്ക് മനസ്സിലാവാത്തതല്ല, തെറ്റുകൾ വന്നാലും അപ്പം തന്നെ അത് റിക്കവർ ചെയ്ത് കയറുന്നത് കാണുന്നത് ഒരു രസമായിരുന്നു. അത് പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് നസീറൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഹ്യൂമർ ചിലയിടത്തൊക്കെ മിസ്സിംഗ് ആയിരുന്നെങ്കിലും ചില ഉഗ്രൻ സാധനങ്ങളുണ്ടായിരുന്നു. സങ്കടമാണോ ക്ഷണമാണോ ചോദിച്ച സാധനമൊക്കെ ഭയങ്കര രസമായിട്ട് കൊണ്ടുപോയി. ഈവൻ ആ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇതൊരു അഡൾട്ട് ഹ്യൂമറാണ് ഇത്, ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിനെ ക്ലീൻ ആക്കി കളിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ രസമായിട്ട് തോന്നി കേട്ടോ. താങ്ക് യു. www.kishankutti. അതൊക്കെ ഇനി പോയി തപ്പ്. എടാ നന്നായി, കാരണം നിന്റെ സ്ഥിരം ചെയ്യുന്ന ഒരു ക്യാരക്ടറിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു അപ്പൂപ്പൻ്റെ ഒരു വയസ്സായ ഒരു 80 വയസ്സായ ഒരു കാരണവരുടെ ആ രീതിയിൽ വന്നതിൽ നന്നായിട്ടുണ്ട്. സ്ഥിരം നമ്മൾ നിന്റെ സ്പീഡ് ഒരു സാധനങ്ങളുണ്ടല്ലോ, അത് കണ്ട് ഇരുന്നിട്ട് പെട്ടെന്നൊരു സംഭവത്തിലേക്ക് വന്നപ്പോഴാണ് ചിലപ്പോൾ ലാഗ് ഫീൽ ചെയ്തായിരിക്കാം. പിന്നെ സൂര്യ അവർ പഴയ നമ്മളെ സൂര്യ നമുക്ക് തിരിച്ചു കിട്ടിയില്ല സത്യം പറഞ്ഞു. നിത്യ കൊള്ളായിരുന്നു. നിത്യ ശൈലി തന്നെയായിരുന്നു നിത്യക്ക് വന്നിരുന്നത്. പിന്നെ സ്കിറ്റിനെ കുറിച്ചൊന്നും വേറെ ഒന്നും പറയാനില്ല. കൗണ്ടറുകൾ അവിടെ ഇവിടെ പുട്ടിന് നമ്മൾ പീരിയിടുന്നത് പോലെ അവിടെ ഇവിടെ ഉണ്ടായി. ചിരിക്കാൻ കുറച്ചുണ്ടായിരുന്നു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അസിസിക. അപ്പൊ നമുക്കിന്ന് മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ, ദുട്ട് ആദ്യം ബിന്ദു ചേട്ടാ. പിന്നെ 12,000 രൂപ. രണ്ടാമത് അസിസിക 12ന്റെ കൂടെ ഒരു 8 കൂടെ കൊടുക്കല്ലേ? പിന്നെ അപ്പൊ 20 20 20. അപ്പൊ ടോട്ടൽ 8 കൂടെ ചേർത്തിട്ട് 20,000 രൂപയായി. സിർക്ക നമ്മളെ കൊടുക്കല്ലേ? ബാക്കി അങ്ങോട്ടും. ഓക്കെ, ടോട്ടൽ എമൗണ്ട് എത്ര നോക്കാം. 40,000 രൂപ. ഓൾ ദി ബെസ്റ്റ്.
2.5 ലക്ഷം രൂപ കയറിയെന്ന് തോന്നല്ലോ മൊത്തത്തില്. ശരിയെന്ന് അടുത്ത പ്രാവശ്യം കാണാം. അല്ല മിസ്റ്റർ ഹോട്ട് കുമാരൻ. അപ്പൊ അടുത്ത പ്രാവശ്യം ഇതുപോലെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വാ അല്ലേ? ഓക്കെ, ബൈ ടാറ്റാ ബൈ. ഇന്നത്തെ സ്കിറ്റ് കഴിഞ്ഞു, സ്റ്റാൻഡപ്പ് കോമഡി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമുക്ക് ടാറ്റ പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ 3 ജഡ്ജസ് മിഥുൻ ചേട്ടാ, നസീർ ഖാൻ, നസീസിക്ക ഇങ്ങോട്ടേക്ക് വരാം പ്ലീസ്. ഇന്നത്തെ ഇത് ഐറ്റം ഏറെക്കുറെ സമാപനം കുറിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ കൂടെ വന്നിട്ട് പയ്യൻ ഓക്കെ ആയിരുന്നു. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, മിഥുൻ ഇതുവരെ നിന്നാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഇന്ന് ഇരുന്ന് അഭിപ്രായം പറയാനായിട്ടൊരു വേദി കിട്ടിയത് ഒരുപാട് സന്തോഷിക്കുന്ന ആളല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറ്റേ ADHD ഉണ്ട്. എനിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും എന്റെ അടുത്ത് എപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും പറയാറുണ്ട്, ഒരിടത്ത് അടങ്ങി നിന്നാൽ. പണ്ട് നമ്മുടെ ലാലുചേട്ടനൊക്കെ ക്യാമറ അല്ലെ നമ്മുടെ ബിജേട്ടനൊക്കെ ക്യാമറ എടുക്കുകയാണെങ്കിൽ പറയും, ഒന്ന് നിങ്ങൾ അടങ്ങിയ ഫോക്കസ് എടുക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിടത്ത് പിടിച്ചിരുത്തിയപ്പോ അവരൊക്കെയാണ് സമാധാനിക്കുന്നത് എന്നുള്ളതാണ്. മിഥുൻ ഫ്ലോറിൽ നിന്ന് അങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഫ്ലോർ സത്യം. അപ്പോ നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ വി ആർ സെലിബ്രേറ്റിംഗ് 25 years ഓഫ് മിഥുൻ ചേട്ടൻ. താങ്ക് യു 25 വർഷമൊക്കെ അയാൾക്ക്. താങ്ക് യു. നല്ല കാശ് സമ്പാദിച്ചിട്ട് ദുബായ് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇവിടെ പണിയിട്ടേ. ഓക്കെ, അപ്പോ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആങ്കർക്ക് ഫ്ലവേഴ്സ് ടിവിയുടെ സ്നേഹം. അപ്പം ഇതിനെ പോലെ തന്നെ നല്ല മധുരമുള്ളൊരു കേക്ക്. 25 വർഷമായിട്ട് നമ്മളെല്ലാവരും എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ടെലിവിഷൻ ഇൻഡസ്ട്രിയിലും ഫിലിം ഇൻഡസ്ട്രിയിലും ഒക്കെ ആയിട്ട് ആർജിങ് ഒക്കെ ആയിട്ട് മിഥുൻ ചേട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഇനി ഒരുപാട് വർഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഭാഗ്യം മിഥുൻ ചേട്ടന് കിട്ടട്ടെ. മിഥുൻ ചേട്ടൻ കളയുന്ന ഷോസ് ഒക്കെ എനിക്കും അതിന്റെ ഇടയിൽ കൂടെ എന്തായാലും നാട്ടിൽ മുഴുവൻ നിലക്കളി, ഞാൻ അവിടെ അല്ലേ. ഞാൻ വട്ടം പിടിച്ചു വെച്ചത് ദുബായി കിടന്ന് നോക്കണം. അയ്യോ, അവിടെ കുറച്ച് പേരുമായിട്ട് ഞാൻ പല്ലടിച്ച് അവിടെ പഴയ പോലെ അല്ലടാ, മഴയാണ്. മാത്രമല്ല വണ്ടിയൊക്കെ അറിയാലോ എന്റെ പ്രശ്നം. അതെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി 100%. ഒന്ന് എന്ന് പറയുന്നത് തറവാട്ടി ഒന്നും ആഘോഷിക്കുന്ന പോലെയാണ് ഫ്ലവേഴ്സിന്റെ ഈ വേദിയിൽ. കാരണം ഈ ഫ്ലോർ തന്നെയായിരുന്നു കോമഡി ഉത്സവത്തിന്റെയും ഫ്ലോർ. അപ്പൊ ഇവിടെ നിന്ന് ആഘോഷിക്കുമ്പോൾ ഇരട്ടി സന്തോഷമാണ്. എല്ലാം അറിയുന്ന ആൾക്കാരെല്ലാം ഏറ്റവും അടുപ്പുള്ള ആൾക്കാർ അവരോടൊപ്പം നിന്നത് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമാണ്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോൾ ക്രൂവിനോടൊപ്പം, നസീർക്കയോടൊപ്പം, അസസിക്കയോടൊപ്പം, ജീവയോടൊപ്പം, നമ്മുടെ ഫ്ലവേഴ്സ് ടീമിനോടൊപ്പം 25 വർഷം സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളത് എല്ലായിടത്തും ഫോട്ടോ ഇട്ട് അറിയിക്കണം. തറവാട്ടിൽ നിന്ന് എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ ഉണ്ട്. നമ്മളൊരു ബൈ പറഞ്ഞു പോവാ. ഉറപ്പായും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഉഷാറോടെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇനി ആ കസേര വിട്ടുകൊടുക്കണില്ല. ഷാജു ചേട്ടാ വിളിക്കാം, നമ്മൾ വിളിച്ചിട്ട് വന്നാ മതി. തിരക്കിലാന്നറിയാം. അവിടെ നല്ല തിരക്കുണ്ടാവട്ടെ. ഷാജോൻ ചേട്ടന്റെ 50ാം വാർഷികം സിനിമയ്ക്ക് വിളിക്കാം, അന്നേ നമുക്ക് ഇവിടെ. അപ്പോ ഇതേപോലുള്ള ചെറിയ ചെറിയ കൊച്ചു വർത്താനങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം അസിസിക്ക, മിഥുൻ ചേട്ടൻ, നസീർക്ക, പിന്നെ ഞാനും ആൻഡ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ.